ഉറ്റവരെ നഷ്ടപ്പെടാത്ത ആൾക്കാരെ കാണൽ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ചോദിക്കുന്നവരൊക്കെ അച്ഛൻ പോയി, അമ്മ പോയി, മക്കൾ പോയി, സഹോദരങ്ങൾ പോയി എന്നൊക്കെ പറയുന്ന ഒരുപക്ഷെ ഒരുതരം നിർവികാരതയോടെ, ഒരുതരം നിർമ്മമതയോടെ അവരെ തിരയുകയാണ്. അച്ഛനെ ഓരോ ആംബുലൻസ് വരുമ്പോഴും അച്ഛനാണോ എന്ന് പോയി നോക്കും, വാപ്പ ആണോ എന്ന് പോയി നോക്കും എന്നൊക്കെ പറയുന്ന മനുഷ്യർ എത്രയാണെന്ന് ഈ ദിവസങ്ങളിൽ അവിടെ കണ്ടത്. അവരെ ഒന്നുമൊന്നും അവരോട് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. വെറുതെ ചുമ്മാ മിണ്ടാതെ കേട്ടു നിൽക്കുക എന്നതിനപ്പുറം നമുക്കൊന്നുമൊന്നും സാധ്യമാവില്ല ആ നിസ്സഹായരുടെ മനുഷ്യരുടെ മുന്നിൽ. പ്രധാനമന്ത്രി ചൂരൽമലയിൽ നിന്ന് മടങ്ങുകയാണ്. അല്പസമയത്തിനകം മേപ്പാടിയിൽ എത്തിച്ചേരും. തുടർന്ന് സെന്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പ്, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് പോകുമെന്നറിയാൻ കഴിയുന്നു. നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ഒരു മാപ്പ് വെച്ചതാ ബേലി പാലത്തിൽ ഒരു മാപ്പ് വെച്ച് സൈനിക നേതൃത്വം പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അത് ആ ദുരന്തഭൂമിയുടെ നേരത്തെയുള്ള ഒരു മാപ്പും അതിനുശേഷം ഇപ്പോഴുള്ള മാപ്പും എന്താണ് എന്ന് രണ്ട് കോളങ്ങളായി തിരിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു. കൃത്യമായി തന്നെ പ്രധാനമന്ത്രി മേപ്പാടിയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ വിവരങ്ങൾ സൈനികർ പ്രധാനമന്ത്രി ധരിപ്പിച്ച ദൃശ്യങ്ങളും വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകർ അല്പസമയം മുൻപ് കണ്ടു. കെ ആർ ഗോപികൃഷ്ണൻ കൂടി ചേരുകയാണ്. ഗോപി, അവിടെ കളക്ട്രേറ്റിന് മുന്നിലാണ്. ഗോപി, ഇതാ ഇവിടെ ആ ദുരന്തഭൂമി അവിടെ ഇറങ്ങി അവിടെ കാൽ തൊട്ട് കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം ചൂരൽമലയ്ക്ക് അവിടെ ഈ സെന്റ് ജോസഫ് ക്യാമ്പിലേക്ക് പോയി ആ ദുരന്തബാധിതരെ നേരിട്ട് കേട്ടതിന് ശേഷം ഈ ആശുപത്രിയിലേക്ക് പോയി അവരുടെ നേരനുഭവങ്ങൾ കേട്ടതിന് ശേഷമാണ് കളക്ടറേറ്റിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റിവ്യൂ മീറ്റിങ്ങിനായി പ്രധാനമന്ത്രി എത്തുക. അപ്പോൾ പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ പിടികിട്ടിയതിന് ശേഷമാണ് ആ റിവ്യൂ മീറ്റിംഗ് ഇരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഗോപി, ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആദ്യം ഈ ദുരന്തബാധിത മേഖലയിൽ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അടങ്ങുന്ന സംഘം വ്യോമ നിരീക്ഷണം നടത്തി. എത്രമാത്രം തീവ്രതയുള്ളതും ആഴവും വ്യാപ്തിയുമുള്ള ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ ധരിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗം ചൂരൽമലയിലെത്തി അവിടെ ബെയിലി പാലത്തിന് മുന്നിൽ നിന്നും അതോടൊപ്പം തന്നെ അവിടെ ദുരന്തബാധിത മേഖലകളുടെ പ്രദേശങ്ങളിലൊക്കെ നടന്നും അദ്ദേഹം കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ സെന്റ് ജോസഫിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ, അതിനുശേഷം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ എത്തുന്നു. അതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി കളക്ടറേറ്റിലേക്ക് എത്തുക. ഞാൻ ഇപ്പോൾ കളക്ടറേറ്റിന് മുന്നിലാണുള്ളത്. ഇവിടെ അദ്ദേഹം ഒരു അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ വരവിന്റെ ആകത്തുക, അതുണ്ടാക്കാൻ പോകുന്ന ഫലം എന്താണ് എന്നതിൽ ഏറ്റവും നിർണായകമായ ഒരുപക്ഷെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഈ കളക്ടറേറ്റിൽ ചേരുന്ന അവലോകന യോഗത്തിലാണ്. മുഖ്യമന്ത്രി ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി ഉണ്ടാകും. അതോടൊപ്പം തന്നെ മന്ത്രിസഭ ഉപസമിതി അംഗങ്ങൾ ഉണ്ടാകും. മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, രാജൻ, എ കെ ശശീന്ദ്രൻ, ഒ ആർ കേളു എന്നിവർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഈ അവലോകന യോഗത്തിലായിരിക്കും സംസ്ഥാന സർക്കാർ എത്ര ആഴവും വ്യാപ്തിയുമേറിയ ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്, അതിന്റെ നാശനഷ്ടങ്ങളുടെ കണക്ക്, പുനരധിവാസ പാക്കേജിന് ആവശ്യമായിട്ടുള്ള പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഈ ചൂരൽമലയ്ക്ക് ശേഷം ക്യാമ്പിലേക്ക് പോകുന്ന പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ ദൃശ്യങ്ങളാണ്. സെന്റ് ജോസഫ് ക്യാമ്പിലേക്കാണ് പോകുന്നത്. അവിടെ 5 പേരുമായി, വീട് നഷ്ടപ്പെട്ട സുധാകരൻ അടക്കം 5 പേരുമായി സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പ്രധാനമന്ത്രി പോകും. ഗോപി, തുടരും. ഹാഷ്മി, ഈ കണ്ട ദൃശ്യങ്ങൾ ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സെന്റ് ജോസഫ് ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുന്നു. 5 പേരുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ, അതിനുശേഷമാണ് കളക്ടറേറ്റിൽ എത്തുക. കളക്ടറേറ്റിലെ അവലോകന യോഗത്തിലായിരിക്കും കേരളം നേരത്തെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും കുറെ കൂടി വിശദമായി ഈ കാര്യങ്ങൾ, അതായത് ഏത് തരത്തിലുള്ള ഒരു പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്, എന്തുകൊണ്ടാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ഒരു ദേശീയ ദുരന്തമായോ അല്ലെങ്കിൽ അതിതീവ്ര ദുരന്തമായോ എന്തുകൊണ്ട് പരിഗണിക്കണം, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമന്ത്രിക്ക് ബ്രീഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നതാണ്. കേരളം വളരെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും കാത്തിരിക്കുന്നത് വയനാട്ടിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനൊടുവിൽ എന്ത് ഫലമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. നമുക്കറിയാം, വലിയ ഒരു കൈത്താങ്, ഒരു പിന്തുണ, ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന ആഗ്രഹമാണ് കേരളത്തിനുള്ളത്. അതിനുവേണ്ടിയുള്ള ഡേറ്റാസ് എല്ലാം തന്നെ, കാര്യകാരണങ്ങളൊക്കെ തന്നെ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലേക്ക് കേരളം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ വയനാടിന് ഒരു സ്പെഷ്യൽ പാക്കേജ്, അതല്ലെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഗണ്യമായ ഒരു തുക കേന്ദ്ര സഹായം എന്ന നിലയിൽ കേരളത്തിന് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ എത്തി വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി മടങ്ങുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സഹായം എന്നത് ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് അറിയാൻ കഴിയും. അതല്ലെങ്കിൽ അദ്ദേഹം ഡൽഹിയിൽ ചെന്ന ശേഷമായിരിക്കും ഈ കാര്യത്തിലുള്ള പ്രഖ്യാപനം നടത്തുക. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 9 അംഗ സംഘം ഏത് തരത്തിലുള്ള ആഘാതമാണ് ഈ ഉരുൾപൊട്ടൽ വയനാടിലെ ദുരന്തബാധിത മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ച്
സംബന്ധിച്ചിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ അവർ പഠിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ട് കൂടി കേന്ദ്ര സഹായത്തിന്റെ സ്വഭാവം എന്താണെന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായകമായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമാണ് ഹാഷ്മി, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ദുരന്ത ബാധിത മേഖലയിലെത്തി അദ്ദേഹം ഈ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്ന വിനാശം എത്ര വലുതാണെന്നും അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നും എങ്ങനെയാണ് അത് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുള്ളതെന്നും ഇനിയൊരു ജനവാസ മേഖലയായി അതിന് പരിണമിക്കാൻ കഴിയില്ല എന്നൊക്കെയുമുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ സഹായകരമായി ഈ സന്ദർശനം എന്നതാണ് കേരളത്തെ സംബന്ധിച്ച് പ്രതീക്ഷയും ആശ്വാസവുമാകുന്നത്. ഏതായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം, എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിനകം തന്നെ അദ്ദേഹം കളക്ടറേറ്റിലേക്ക് എത്തും. അതിനുശേഷമാണ് നിർണായകമായ സുപ്രധാനമായ അവലോകന യോഗം നടക്കുക. അതിനെ തുടർന്ന് ഒരുപക്ഷെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഹാഷ്മി.